ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹാപ്പി ലൈഫ് വിത്ത് ശ്രീ. അപ്പോൾ നമ്മളിന്നിവിടെ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കോമ്പിനേഷനാട്ടോ നമ്മളിന്നിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്തൊക്കെ എടുത്തിരിക്കുന്നതെന്ന് നോക്കാം. 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, തക്കാളി, സവോള പകുതി ഭാഗമായിട്ട് എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ തക്കാളിയുടെ അളവ് വേണമെങ്കിൽ കൂട്ടാം കേട്ടോ. നല്ല പുളിയുള്ള തക്കാളിയാണെങ്കിൽ അത്രയും നല്ലത്. പുളി അടുത്ത് നിൽക്കുമ്പോഴാട്ടോ ഈ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇനി നമ്മളിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഇനി 2 ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം, ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ അളവിൽ പച്ചമല്ലി, 1/2 ടീസ്പൂൺ അളവിൽ പച്ചമല്ലി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെല്ലാം ഇതിൽ ഫ്രഷായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടികളായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി മാത്രമേ കൊടുക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഫ്രഷായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയും സവോളയുടെ അളവും വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂട്ടാം. സവോളയും കൂടി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാട്ടോ നമ്മളിവിടെ ചേർത്ത് കൊടുത്തത്. നിങ്ങളുടെ അടുത്ത് കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു നല്ല കളറൊക്കെ വരും കറിക്ക്. ഇനി നമുക്കത് അതൊന്ന് ചൂടാറാനായിട്ട് ഇറക്കി വെക്കണം കേട്ടോ. ഇനി നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ സ്ലൈസ് ചെയ്ത് അരിഞ്ഞെടുത്തിട്ട് കട്ടി കുറച്ച് വേണം കേട്ടോ അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ കാണിക്കും, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാവരും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. നമ്മൾ നേരത്തെ എടുത്ത ആ പാൻ തന്നെ കേട്ടോ ഞാനിപ്പോൾ അടുപ്പത്ത് വെച്ച് കൊടുത്തത്. അതൊന്ന് ചൂടായി വന്ന് ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടി ചേർത്ത് കൊടുത്തു. നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ബാക്കിയുള്ള ഉരുളക്കിഴങ്ങ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുത്തു, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഉരുളക്കിഴങ്ങ്. ഇപ്പം നമ്മുടെ മസാലയൊക്കെ ഇവിടെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഇത് അരയ്ക്കാൻ പാടുള്ളൂ. ഇനി ചൂടാറി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തു. ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, ഒരു പേസ്റ്റ് രൂപത്തിൽ വേണം കേട്ടോ നമുക്കിത് കിട്ടാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ നോക്കാം കേട്ടോ, ഉരുളക്കിഴങ്ങുമ്പോൾ ഉപ്പൊക്കെ പിടിച്ചാണ്ടോ നോക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് വരുമ്പോൾ നമ്മുടെ ജാറിൽ കുറച്ചുണ്ടാവില്ലേ, അതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമ്മുടെ പേസ്റ്റൊക്കെ കറിയിലേക്ക് എല്ലായിടത്തേക്കും മിക്സാകാൻ പാകത്തിന് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കറി വേണമെങ്കിൽ വറവിടണമെങ്കിൽ വറവിടാം കേട്ടോ. കുറച്ച് കടുകൊക്കെ പൊട്ടിച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടൊന്ന് വറവിടണമെങ്കിൽ വറവിടാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിലേക്ക് തൂവി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഉണ്ടാവും അവിടെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ തന്നെ ചെയ്താലും കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കടുക് പൊട്ടിച്ചിട്ടാണെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ചപ്പാത്തിയുടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി കോമ്പിനേഷനായ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രണ്ട്സ്.